sanisfoods and tech പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പ്രതീക്ഷിക്കാതെ നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അടിപൊളി ചോളയാണ്, നല്ല പച്ചച്ചോളം. അപ്പോൾ അയാൾ മൂക്കറായിട്ട് കേട്ടോ, ചെറിയ മുതിരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് നല്ല ചക്ക ബജി ഉണ്ടാക്കിയാലോ? ഏതായാലും പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചക്കച്ചുള നല്ല വൃത്തിയാക്കി എടുക്കാം. കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുമണിയൊക്കെ കളഞ്ഞ് ചുള നമുക്ക് രണ്ടാക്കി കീറിയെടുക്കാം. ഇതിൽ കുറച്ച് ചുളി എടുത്തിട്ടുണ്ടിരിക്കും. ഇനി നമുക്കിതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ബജിക്ക് വേണ്ടിയിട്ടും കടലമാവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം സൈസ് കോപ്പ് മുഴുവൻ കടലമാവ് എടുത്തിട്ടുണ്ട്. റഫ് കിട്ടാൻ, ക്രിസ്പി ടൈപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഭാഗം മതി. നമ്മൾ കടൽമാവ് എടുത്തിൻ്റെ ഒരു അളവിൽ ആ കോപ്പിലൊരു 1/4 ഭാഗം. പിന്നെ നമ്മൾ വെളുത്തുള്ളി, നമ്മളെ ഒരു സവാളയും കൂടെ അരച്ചത് ആഡ് ചെയ്യാം. പേസ്റ്റ് പോലെ അരച്ചത്. നല്ല കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ അപ്പക്കാരെ കുറച്ച് ഉരുന്നത്. കായം കുറച്ച് ഒരു നമ്മൾ കായം ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പിന്നീട് മാവ് പ്രിപ്പയർ ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. എന്നിട്ട് പോരെങ്കിൽ അത് നമ്മൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. വേറെ എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടിയല്ലാത്ത, കാശ്മീരി മുളക് പൊടിയല്ലാത്ത പച്ചമുളകൊന്നും ചേർത്തില്ല. അതുകൊണ്ട് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വെള്ളം ഉപയോഗിക്കരുത്, കാരണം വെളുത്തുള്ളിയും സവാളയും കൂടെ അരച്ച ഇടത്തിൽ വെള്ളം ഉണ്ടാകും. അതായത് നോക്കിയിട്ട് വേണം നമുക്ക് വെള്ളം ചേർക്കാൻ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ. കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടണം. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം കുറച്ച് ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ തിളച്ച് വന്നു. ഈ ചക്ക നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചക്കച്ചുളം മാവിലേക്ക് മുക്കിയെടുക്കാം. കംപ്ലീറ്റ് എല്ലാ സൈഡും മാവിൽ പുരട്ടിയെടുക്കണം. ഓക്കെ, നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കവരി പൊരിഞ്ഞ് വരുന്നുണ്ട്. ചക്കവരി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളെ ചക്ക വജ റെഡി ആയിട്ടുണ്ട്. നല്ല തക്കാളി സോസും കൂടി കൂട്ടിയിട്ട് നമ്മുടെ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ് കേട്ടോ. ചക്ക വജി തക്കാളി സോസും അതുപോലെ തക്കാളി സോസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ തന്നെ ചെയ്യും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് തക്കാളി സോസ്. അതുപോലെ അപ്പോൾ എല്ലാവരും ഇത് വീടുന്ന് ട്രൈ നോക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് എല്ലാവരും ചക്ക കിട്ടും. അടിപൊളി സാധനമാകും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷോടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.